കുവൈത്തിന്റെ റോഡിലൂടെയുള്ള രാത്രികാല ഒരു ട്രെയിൻ മിസ്റ്റർ റസാഖ് ഇറ്റ്. അപ്പോ റസാഖിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഈ ഒരു ബുക്കിനെ പറ്റി ഇവിടെ കാണുന്നത്. റസാഖ് കോട്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകത്തിന്റെ വണ്ടിയിൽ കാണുന്നുണ്ട്. എന്തായാലും അതിനെപ്പറ്റി എന്തായാലും രണ്ട് കാര്യം ചോദിച്ചു കളയാം. എന്റെ പേര് ഹമീദ് മധൂർ, ഞാൻ റസാഖിന്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. അപ്പൊ എന്തായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ കോട്സും ഒരു നല്ലൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് ഒന്ന് രണ്ട് നോവലുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പബ്ലിഷ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ എന്തായാലും ഈ കാര്യത്തെ പറ്റി ഒന്ന് ചോദിച്ചാളെ. റസാഖ് ഭായി, ഈ റസാഖ് കോട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം നിങ്ങൾ പബ്ലിഷ് ചെയ്താ? ഇല്ല, ഇതിപ്പോ പ്രിന്റ് ആക്കിട്ട് പറഞ്ഞത് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്താണ് ഈ കോട്സിന്റെ ഉദ്ദേശം? എന്താണ് എന്ത് സംഭവം? എന്താണ് ഇത്? സത്യത്തിൽ ഇത് ഏതെങ്കിലും പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾ കോപ്പി എടുത്തതാ, അല്ല സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ, അല്ല എന്ത് സംഭവം എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റുന്നത്? സത്യത്തിൽ നിങ്ങളുടെ നല്ല ചോദ്യമാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനൊരു വലിയ നോവൽക്കാരനോ എഴുത്തുകാരനോ എന്നല്ല. പക്ഷേ ജീവിതത്തിന്റെ കുറച്ച് അനുഭവങ്ങള് അത് ഞാൻ പല സ്ഥലത്ത് പറയാനുണ്ട് ഹമീദ് മധൂർ ഭായി. എന്ന് വെച്ചാല് നമ്മൾക്കൊരു ജീവിതത്തിൽ ഒരു എഴുത്തുകാരനാവാനോ ഒരു കോഴ്സ് എഴുതാനോ അതിന് വലിയൊരു യൂണിവേഴ്സിറ്റിയോ അഥവാ ഒരു നമ്മൾ വലിയ വിദ്യാഭ്യാസമോ ഇതൊക്കെയുള്ള ആവശ്യമില്ല. നമ്മൾ ജീവിതത്തിനെ കുറിച്ച് അനുഭവങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് സൂക്ഷിച്ചു വെച്ചാൽ അത് ഞങ്ങൾ ഒരു ഫോർമാറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാവരും എഴുത്തുകാരനാവും, എല്ലാവരും കോട്ട് റൈറ്റേഴ്സ് ആവും. പിന്നെ ഈ ബുക്കിനെ സംബന്ധിച്ചോളൂ, ഇതിൽ തന്നെ ഒരു ഏകദേശം ഒരു 100 കോട്സ് ഉണ്ട്. ഇതെല്ലാം എന്റെ സ്വന്തം ക്രിയേഷനാണ്. അത് എത്രത്തേക്ക് ആൾക്കാരുടെ അടുത്തേക്ക് എത്തൂ എന്ന് പറയുന്നതിന് ഉറപ്പെനിക്കില്ല. പക്ഷെ ജീവിതാനുഭവങ്ങൾ എപ്പോഴും ആൾക്കാർക്ക് എത്തൂ എന്ന് പറയുന്ന ഒരു ഉറപ്പാണ്. എന്ന് വെച്ചാല് ലൈഫിന്റെ ഒരു എക്സ്പീരിയൻസും ഫ്രിക്ഷൻസിന്റെ തമ്മിൽ ഒരേ ഡിഫറൻസ് ഉണ്ട്. ജീവിതാനുഭവങ്ങൾ അതൊരു ഫാക്ട് ആണല്ലോ. രാവിലെ വൈകുന്നേരം വരെ ഞങ്ങള് സോഷ്യലി കുറെ ആൾക്കാർ ഇടപെടും. ഫാമിലി ആയിട്ടും അഥവാ പ്രൊഫഷണൽ ലൈഫായിട്ടും സോഷ്യൽ ലൈഫായിട്ടും പേരന്റൽ ലൈഫായിട്ടും ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ കാണാൻ സാധിക്കും. ആ സംഗതികൾ ഞങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെച്ചാല്, നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാല് അത് ഡെഫിനറ്റ്ലി ഒരു കഥാവസ്തുവായിട്ട് മാറും. അതിൽ കുറെ കഥാപാത്രങ്ങൾ ഉണ്ടാവും. നമ്മൾ രാവിലെ വൈകുന്നേരം ഇത്ര കഥാപാത്രങ്ങളെ കാണുന്നത്, ആ കഥാപാത്രങ്ങളെ ഞങ്ങൾ അതായിട്ടുള്ള അനുഭവങ്ങളും അത് എഴുതി വെച്ചാല് സത്യത്തിൽ ഭയങ്കര പവർഫുൾ ആയ ഒരു സ്റ്റോറിയും ബുക്കും മാറാൻ പറ്റും. ഒരുപാട് ബുക്കും നിങ്ങൾ എഴുതാൻ പറ്റും. അതിനു വേണ്ട ടൈം ഈ സോഷ്യൽ മീഡിയ മറ്റതിലെല്ലാം ഒഴിവായിട്ട് അതിന് കുറച്ച് ടൈം നമ്മൾ ചെലവായി കഴിഞ്ഞാൽ ഞങ്ങൾ സ്വന്തത്തിന് വലിയൊരു അസറ്റ് ആയിട്ട് മാറും. ഈ ബുക്സും ഈ നമ്മൾ എഴുതുന്ന കഥകളും ഇതുപോലത്തെ കോട്സ് എന്ന് പറയുമ്പോ ഇത് മറ്റൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് പിന്നെ കിട്ടണമല്ലോ, ഒരു ഏതെങ്കിലും പഠിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കോഴ്സിലൊക്കെ കൃത്യമായി നിങ്ങൾക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഈ നിങ്ങൾക്ക് മറ്റുള്ളവർ പഠിക്കണം എന്ന ഇതിനെ കുറിച്ച് അവർ ചിന്തിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ ഈ ഒരു കോഴ്സ് എഴുതുമ്പോ? ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ബുക്കിന്റെ ഒരു കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ സത്യത്തിൽ പറയുവാണെങ്കിൽ ഈ ഓരോ കോഴ്സ് ഉണ്ടല്ലേ, ഈ ഓരോ കോഴ്സിന്റെ ചെറിയ ചെറിയ ഷോർട്സ് ഉണ്ടാക്കാൻ പോകുന്നു ഞാൻ. എന്ന് വെച്ചാൽ ഒരാൾ കോഴ്സിന്റെ പറ്റി ചോദിക്കും, അതിന്റെ എന്താണ് ആ കോഴ്സ് എഴുതാനുള്ള ഉദ്ദേശം എന്താണ് എന്ന് പറയുന്നത് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഓരോ കോഴ്സിലും നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. മനസ്സിലായില്ലേ? അത് ശരി. അപ്പൊ ഇതൊരു സത്യസന്ധമായ ജീവിത അനുഭവങ്ങളാണ് ഈ കോഴ്സിലൂടെ വരുന്നുള്ളത്. എന്ന് വെച്ചാൽ ഒരു കോഴ്സ് ഉണ്ടായില്ലേ, ഞാൻ സിമ്പിൾ ആയിട്ട് കോഴ്സ് പഠിച്ചത്. അത് കുറെ വലിയ വലിയ കോഴ്സാണ്. പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പീസ് ഓഫ് മൈൻഡ് അറ്റ് ഹൂസ് കോസ്റ്റ്. എന്റെ കോഴ്സാണ് പീസ് ഓഫ് മൈൻഡ് അറ്റ് ഹൂസ് കോസ്റ്റ്. മനസ്സമാധാനം എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സമാധാനം വേണം. ഈ മനസ്സമാധാനം എന്ന് പറയുന്നത് ആരെ കോസ്റ്റിലാണ്? ഞങ്ങൾ സ്വന്തം കോസ്റ്റിലാണോ? നമുക്കൊരു മനസ്സമാധാനം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇന്നൊരു ആൾക്കാരെ മനസ്സമാധാനം കെടുത്തിട്ടാണ് ഞങ്ങൾ മനസ്സമാധാനം ശരിയാക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കുറെ ഡീപ്പ് സെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം കിട്ടണമെങ്കിൽ ലോകത്തിൽ എല്ലാവരും മനസ്സമാധാനത്തിലുണ്ടാവും. ഒരാളെ മനസ്സമാധാനത്തിന് നമ്മൾ നശിപ്പിച്ചിട്ട് നമ്മൾ മനസ്സമാധാനം എന്ന് പറയുന്നത് അർത്ഥമില്ല. ദാറ്റ്സ് വാട്ട് കോഴ്സിന്റെ മീനിങ്. പീസ് ഓഫ് മൈൻഡ് അറ്റ് ഹൂസ് കോസ്റ്റ്. ആരുടെ ചെലവാണ് ഈ നിങ്ങൾക്ക് അതുണ്ടായ ഈ ഒരു സമാധാനം? അല്ല, ആർക്കാണ് അതിന്റെ നഷ്ടം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് അതിന്റെ ചെലവ് വന്നിട്ടുള്ളത്? നിങ്ങൾക്ക് സമാധാനം വരണമെങ്കിൽ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തന്നെ അതിന് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കണം.